മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്ന് ഡോക്ടർ ശശി തരൂർ എം പി. എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂരിന്റെ ഈ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ഡോക്ടർ തരൂർ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ തന്നെയാണ് തന്റെ പേര് മുന്നോട്ട് വെച്ചതെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. വിനീത, തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. വലിയൊരു അകലം കോൺഗ്രസ് നേതൃത്വവുമായി തരൂരിന് ഇപ്പോഴുണ്ട്. അതിനിടയിൽ BJP-യിലേക്ക് പോകുമെന്നൊക്കെയുള്ള രാഷ്ട്രീയ അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. തരൂരിന്റെ പ്രധാനപ്പെട്ട ആഗ്രഹം തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയാവുകയാണ് എന്നൊക്കെയുള്ള ഒരു ചർച്ചയും ഇടക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ഈ കാര്യത്തിൽ തരൂർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ? ഇതിൽ അദ്ദേഹം വ്യക്തത വരുത്തുകയാണോ? കോൺഗ്രസ് നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിൽ പിണങ്ങിപ്പോകുന്നതിന് എന്തെങ്കിലും സൂചനകൾ എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഡോക്ടർ തരൂർ പ്രകടിപ്പിച്ചു? തീർച്ചയായും ജി കെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്തിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ തന്നെയാണ് അത് ഈ തരൂരിനെ മുഖ്യമന്ത്രി എന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നുൾപ്പെടെയുള്ള ചില വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാഗ്വാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ ഉയരുകയും ചെയ്തു. ഇതിനൊക്കെയുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതുപോലെ എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. ഇതിനിടയിൽ നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം ഈ എക്കണോമിക്സ് ടൈംസിന്റെ ഫോറത്തിൽ അഭിമുഖീകരിക്കുകയുണ്ടായി. അതിനിടയിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു, താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഇതിന് അദ്ദേഹം മറുപടി നൽകിയത് താൻ തന്റെ കരിയറിൽ അങ്ങനെ ഒരു പദവിയും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എൻ്റെ കരിയറിൽ അത്തരത്തിലേക്കുള്ള ഒരു പദവികളും താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും താൻ തന്നെയാണ് തന്റെ പേര് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ചില ആളുകൾ നേരത്തെ തന്നെ തന്നോട് അത്തരത്തിലേക്കുള്ളൊരു നിർദ്ദേശം തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ആവശ്യം അനുസരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ പേര് മുന്നോട്ട് വെച്ചത്. അത്തരത്തിലേക്ക് വലിയ ആഗ്രഹങ്ങളോട് കൂടി താൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളല്ല എന്ന് തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മറ്റ് ജോലി അതിനിടയിലൊക്കെയാണ് അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എത്തി കൂടുതൽ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്താം എന്നൊരു ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തരൂർ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് തരൂരിനെ മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊരു കൃത്യമായ മറുപടി കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. താൻ തന്റെ കരിയറിൽ അത്രയ്ക്കുള്ള വലിയ സ്ഥാനമാനങ്ങളൊന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ താൻ തയ്യാറാണെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. ഹർത്താൽ നിരോധിച്ച് നിക്ഷേപ ഈ സംരക്ഷണ നിയമം പാസാക്കണമെന്നും ശശി തരൂർ ഈ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.